الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. صدق الله العظيم. ബഹുമാനിയായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്ഭുതം തീരാത്ത ഒരു മഹാവിസ്മയമാണ് ജീവിതം. ഓരോരുത്തർ അവരവരെ കുറിച്ചും അവരവരുടെ ചുറ്റുപാടുകളെയും കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും ലോകത്തെയും ഒക്കെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരുപാട് യാദൃച്ഛിക സംഭവങ്ങളുടെ ഒരു മഹാസമാഹാരമാണ് ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അഭിലഷിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ നടന്നു വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ വിപരീതമായി ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹാഭിലാഷങ്ങളും പുറത്ത് നടക്കുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന സംഭവങ്ങളും നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന സംഭവങ്ങളും ഒന്ന് അതായത് യോജിക്കാതെ വരുമ്പോൾ പലപ്പോഴും വേദനയും നിരാശയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടും. ചില ആളുകൾ അത് വളരെ നിരാശാജനകമായി എടുക്കുകയും അവരുടെ ജീവിതം തന്നെ തുലച്ചു കയറുകയും ചെയ്യുന്ന അനുഭവമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ടാവും. 8ാമത്തെ 9ാമത്തെ നിലയിൽ ഗൾഫിൽ നിന്ന് ഒരു കുട്ടി താഴെ വീഴുന്നത് ഉമ്മ കണ്ടു. മൂത്ത കുട്ടിയെ സ്കൂളിൽ അയക്കാൻ വേണ്ടി താഴെ ഉമ്മയും കുട്ടിയും കൂടെ നിൽക്കുന്നു. കുട്ടിയെ വണ്ടിയിലേക്ക് കടത്തുമ്പോൾ മോളിൽ നിന്നുള്ള കുട്ടി ഇങ്ങനെ അടുത്ത് ടെറസിന്റെ അടുത്ത് വരുന്നു. ഈ കുട്ടിയെ പിടിക്കാൻ വേണ്ടി ഉമ്മ ഓടി ചെല്ലുന്നു. അവിടെ എത്തുമ്പോഴേക്കും കുട്ടി താഴെ വീണ് മരിച്ചു കഴിഞ്ഞു. പെട്ടെന്നുള്ള ആഘാതം എന്തെന്നറിയില്ല, ആ സ്ത്രീയും അവിടെ തന്നെ ചാടി മരിക്കുന്നു. നമ്മൾ പത്രത്തിൽ വായിച്ച സംഗതിയാണ്. ഇന്ന് തന്നെ ഭർത്താവിന്റെ ജീവിതത്തിൽ മനം നൊന്ത് ഒരു പെണ്ണും കുട്ടിയും കൂടി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ പത്രം നോക്കിയാൽ ഏറ്റവും ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആഘാതത്തിൽ പലതും ചെയ്തു പോകുന്നു. യഥാർത്ഥത്തിൽ അത് പെട്ടെന്നുള്ള ആഘാതത്തിൽ മാത്രമല്ല, ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ് എൻ്റെ ഭാഗത്താക്കുന്നത്. നമ്മൾ പുറമേ കാണുമ്പോൾ കഷ്ടം പെട്ടെന്ന് നാം ചെയ്തതെന്നൊക്കെ തോന്നുകയാണെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെ ജീവിത ചിന്താഗതിയും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ പെട്ടതാണ്. ജീവിതം തന്നെ നമുക്ക് പിടികിട്ടാത്ത, നമ്മളാണ് ജീവിക്കുന്നതെങ്കിലും പിടികിട്ടാത്ത ഒരു സംഗതിയാണ് പലപ്പോഴും. ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ചു, നമ്മുടെ കണ്ണ്, അതിൻ്റെ കാഴ്ച, അതിൻ്റെ ക്രമീകരണം. കണ്ണ് കണ്ടത്
ചിലപ്പോൾ യാഥാർത്ഥ്യമല്ലാതെ തോന്നും. നമ്മൾ കണ്ടതായിരിക്കും, പക്ഷേ അതല്ല യാഥാർത്ഥ്യമെന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ കാണുന്ന സമയത്ത് നമ്മളത് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത്? ഇപ്പൊ രാത്രിയിൽ, നിലാവുള്ള രാത്രിയിൽ അകലെ തെങ്ങിന്റെ അവിടെ ഒരു ഓല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെറിയ കാറ്റിലാടുന്നു. വീട്ടിൽ നിന്ന് നോക്കുന്ന ആൾ അതോടെ ആളിങ്ങനെ എത്തി നോക്കുന്നു, വെളിച്ചം കണ്ടപ്പോൾ പിന്നോട്ട് പോയി എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ചില പ്രത്യേകമായ തലങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നത്, നമ്മളൊന്ന് കേട്ടാൽ അതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത സംഭവങ്ങൾ പിന്നെ ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മുടെ കൈകാലുകൾ, നമ്മുടെ മസ്തിഷ്കം, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഇതൊന്നും വെറുതെ കളിക്കുന്നതല്ല, അത് പ്രവർത്തിക്കുന്നതല്ല എന്നുള്ളത്. ഇതിനൊക്കെ നിശ്ചിതമായ ചില സംഗതികളുണ്ട് എന്നതാണ്. നമുക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ അപ്പുറം ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം പ്രവർത്തനത്തിലെ നിയന്ത്രണത്തിലാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് ആശയം തോന്നാം, എന്ത് താല്പര്യം ഉണ്ടാവാം, എന്റെ ഉള്ളിൽ പൈശാചിക ദൗർബോധങ്ങളിൽ ഒരു ആശയം ഉണ്ടായാൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്റെ ശരീരവും കണ്ണും മനസ്സും ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മറ്റു പല ആളുകൾക്കും അതുകൊണ്ട് ഹാനി ഉണ്ടാവും, അവർക്കൂടെ ജീവിക്കാൻ പറ്റാതാവും. അപ്പൊ അതിനൊരു കൺട്രോൾ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളത്. വാഹനം റോഡിലൂടെ ഓടിച്ചു പോകുന്ന മൊബൈൽ ഫോൺ വെച്ച് അങ്ങനെ വിദൂരങ്ങളിലുള്ള ആരെങ്കിലും നല്ല കൊഞ്ചൽ കേട്ടിങ്ങനെ തിരിച്ചു പോകുന്നതായിരിക്കും. വലിയ വാഹനത്തിൽ അവനൊറ്റയ്ക്ക് ഇങ്ങനെ ഓടിച്ചു പോവാണ്. അപ്പോ അവന്റെ മനസ്സ് ചിന്തയൊക്കെ മൊബൈൽ ഫോണിലൂടെ അങ്ങ് അകലെയുള്ള ആരോടോ സംസാരിക്കുന്നത്. അപ്പോഴാണ് ഒരു വയസ്സായ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി റോഡിലേക്ക് ക്രോസ് ചെയ്യുന്നത്, ഇടിച്ചണ്ട് തകർന്നു പോകുന്നു. എത്ര സംഭവങ്ങൾ! ഇപ്പോൾ 6 മാസത്തെ കണക്കനുസരിച്ച് കേരളത്തിലാണ്, ഇന്ത്യയിൽ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങളിലാണ്. 3000-ഓളം ആളുകൾ ഇതിനിടയ്ക്ക് 6 മാസത്തിനിടയിൽ കേരളത്തിൽ വാഹനാപകടങ്ങളിൽ മരിച്ചതാണ്. ഇതിങ്ങനെ പോകുകയാണെങ്കിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ ഏറ്റവും ഭീകരമായ, ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ ഒരു നമ്പറിലേക്ക് എത്തിപ്പോകും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ അംഗവർഷമൊക്കെയുള്ള കണക്കുകൾ 2800-നും 2700-നും കേരളത്തിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 3000-ന് അടുത്തായിരിക്കുന്നു 6 മാസം കൊണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടേതായ ചില സംഗതികളുമായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും, ഒരു ജീവൻ പൊലിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഒരുപാട് ദുരിതങ്ങളും കയറിക്കൊണ്ടാണ് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജീവിതത്തെ മൊത്തം ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു പിടികിട്ടാത്ത ഏതോ ഒരു സംഗതിയിലാണ്. ഇത് അവസാനിച്ചു പോകുമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. നമുക്കറിയാം മരണം കൊണ്ട് ഇത് അവസാനിക്കില്ല, മരണം കഴിഞ്ഞാലും ഉണ്ടാവുന്നതാണ്. അപ്പൊ മരണം കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇവിടെ ജീവിച്ചതിന്റെ പ്രതിഫലനമായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് ജീവിച്ചത് അതിന്റെ സവാബ് വാങ്ങുന്നതിനുള്ള, ഇവിടുത്തെ അധ്വാനത്തിന്റെ പ്രതിഫലം വാങ്ങാനുള്ള ഒരു ജീവിതമാണ്. അപ്പൊ ജീവിതത്തെ മൊത്തത്തിൽ നോക്കിക്കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഖുർആൻ നമ്മളോട് പഠിക്കുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ പഠിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറമുള്ള സംഗതികളെ കുറിച്ച് പഠിക്കുന്നത്. വളരെ കാര്യഗൗരവത്തോടുകൂടി അടിസ്ഥാനപരമായ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ജീവിതം ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും മനുഷ്യ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുകയും ചെയ്ത ഒരു സമുദായമാണ് നമ്മൾ എന്നുള്ള സംശയം. നിസ്സാരമായ ശാഖാപരമായ പ്രശ്നങ്ങൾ, അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ എപ്പോഴും തർക്കിക്കാൻ പറ്റുന്ന വിവാദം ഒരു വ്യവസായമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതി വിവാദമാണ്. വിവാദമുണ്ടാക്കുക, അത് ജനശ്രദ്ധയിൽ കൊണ്ടുവരിക, പത്രമാധ്യമങ്ങളിലും അതുപോലെയുള്ള സംഗതികൾ ജനങ്ങളുടെ ജീവൽ പ്രധാനമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ പുരോഗതി ഉണ്ടാക്കാനോ ആശ്വാസം ഉണ്ടാക്കാനോ ഒന്നും ആർക്കും ഭരണകർത്താക്കൾക്കൊന്നും നേരെയില്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പത്രം എടുത്തു വെച്ചാൽ 2G 3G മറ്റത് മറിച്ച് ഇങ്ങനെ എന്തൊക്കെയാണെന്ന് കാണാൻ കഴിയും. ഒരേ മന്ത്രിസഭയിൽ 2 ആൾ തമ്മിൽ അടികൂടി ഞങ്ങൾ അടി തീർന്നിരിക്കുന്നുവെന്ന് പിന്നീട് ഇറങ്ങി പ്രഖ്യാപിക്കുക. അതാണ് മനുഷ്യന്മാരെ ഏറ്റവും വലിയ പൊട്ടന്മാരാക്കുന്ന തരത്തിലാണ് നമ്മുടെ ഭരണാധികാരികൾ, നേതാക്കന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ മാത്രം കാര്യമല്ല, ഇന്ത്യ രാജ്യത്തെ മാത്രം കാര്യമല്ല. നമ്മൾ ചൈനയിൽ നോക്കിയാലും റഷ്യയിൽ നോക്കിയാലും അമേരിക്കയിൽ നോക്കിയാലും ആഗോള അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. അനാവശ്യ കാര്യങ്ങൾ വലിച്ചിട്ട് മനുഷ്യന്റെ ശ്രദ്ധയും ചിന്തയും ഊർജവും അങ്ങോട്ട് ചെലവഴിക്കുകയും ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്ത ഒരു തരം എസ്കേപ്പിസമാണ്. അത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ചങ്കൂറ്റയില്ലായ്മ കൊണ്ട് ഇത് നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ വിവാദങ്ങളൊക്കെ അവസാനിച്ച് വരുമ്പോൾ മനുഷ്യൻ ജീവിക്കാൻ സമയം ഉണ്ടാവില്ല.
അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് വൃഥാ ഏർപ്പാടല്ല, വളരെ ആസൂത്രിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ സംഗതികളും ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇത്രയും പ്രയാസങ്ങൾ നടുവിൽ നമ്മളെ രോഗിയാകാതിരിക്കുന്നത് മഹാത്ഭുതമാണ്. ശാസ്ത്രം പറയുന്ന അനുസരിച്ച് ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് രോഗാണുക്കളുണ്ട്. ഇപ്പോ എലിപ്പനിയുടെ, അല്ലാത്ത പനിയുടെ, കൊച്ചുപനിയുടെ, അങ്ങനെ 100,000 കൂട്ടം പേര് പറഞ്ഞ് കുറെ പനികളുണ്ട്, പേരുണ്ട്. അതിന്റെയൊക്കെ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരിക്കണം. റോഡിൽ വെള്ളം കിടന്നാൽ അത് ചവിട്ടിയാൽ നമ്മുടെ കാലിനൊരു മുറിവുണ്ടെങ്കിൽ അത് എലിപ്പനിയുടെ അണുക്കൾ അതിലൂടെ കയറി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. വെള്ളക്കൊണ്ടില്ലാത്ത ഏതെങ്കിലും ഒരു റോഡ് നമ്മുടെ നാട്ടിൽ നിന്ന് അത്ഭുതകരമാണ്. അങ്ങനൊന്നുമില്ല എന്നുള്ളതാണ്. ആ നാഷണൽ ഹൈവേ NH-47 ഒഴിച്ച് അത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ വരും. ബാക്കിയുള്ള എല്ലാ റോഡുകളിലും അങ്ങനെയുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ രോഗം, ഈ അന്തരീക്ഷത്തിലെ വായു ശ്വസിച്ച് കഴിഞ്ഞാൽ രോഗം പിടിപെടാതെ ജീവിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഏത് സമയവും രോഗം പിടിപെടാൻ പറ്റുന്ന ഭൗതിക സാഹചര്യമാണ് നമുക്കുള്ളത്. ഏത് സമയം അടിയുണ്ടാവാൻ പറ്റുന്ന ഇടപാടുകളാണ് മനുഷ്യന്മാർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസൂയയും പകയും വിദ്വേഷവും വരെ. ഇതിന്റെ ഇടയിലൊക്കെ എങ്ങനെയാണ് ഒരു സമകാലിക സാഹചര്യം ഇങ്ങനെയാണ്, ഇതിനിടയിലൊക്കെയാണ് എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി ശാന്തനായി ജീവിക്കുക എന്നുള്ളതാണ്. ഖുർആൻ വളരെ കൃത്യമായും വ്യക്തമായും ഈ വക സംഗതികളെ സംബന്ധിച്ച് പറഞ്ഞു. മനുഷ്യൻ അല്ലാഹുവിനെ അനുസരിക്കാതെ തോന്യാസം കാണിക്കുമ്പോൾ കടലിലും കരയിലും നാശം പ്രത്യക്ഷപ്പെടുന്നത് അല്ലാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹുവാണ്, അവനാണ് സംരക്ഷകൻ. എന്നെ ഒരു നിശ്ചിത കാല ജീവിതത്തിലേക്ക് വേണ്ടി ഇങ്ങോട്ട് വിട്ടിട്ടുള്ളതാണ്. എനിക്കുള്ള വിഭവങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. അത് ഞാൻ എടുത്ത് ഉപയോഗിക്കുമ്പോൾ എനിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യാവുള്ളൂ എന്ന ദൃഢമായ ബോധ്യവും ഉറച്ച തീരുമാനവും അതിനുള്ള കാൽവെപ്പുമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നാശം വിതയ്ക്കുമെന്നുള്ളതാണ്. ഇത് പടച്ചവൻ അറിയാതെ വരാൻ പറ്റില്ല. മാഹാസാബിൻ മുസീബത്തിനില്ല, പടച്ചവൻ അറിയാതെ ഒന്നും വരാൻ പറ്റില്ല. പക്ഷെ ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസിയെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം സംരക്ഷിക്കേണ്ട ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഹഖ്ഖൻ അലൈനാ നൻജിൽ മുഅ്മിനീൻ, ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അപ്പൊ ഇവിടെ ഈ ഒരു കലുഷിതമായ സാഹചര്യത്തിൽ ആശ്വാസകരമായി ജീവിച്ചിരിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അല്ലാഹുമായിട്ടുള്ള ബന്ധം ദൃഢീകരിച്ചുകൊണ്ട് അവന്റെ കാവൽ വേണമെന്നുള്ളതാണ്. അവന്റെ കാവലിന് വേണമെങ്കിൽ അവൻ നിശ്ചയിച്ച ചില ഏർപ്പാടുകളും കാര്യങ്ങളും കൊണ്ട് ആ വഴി തന്നെ സഞ്ചരിക്കണം. ഇവിടെ എന്തും ഏതും ആരെയും എത്രയും കയറി ആക്രമിക്കൊന്നുമില്ല. എല്ലാം ഒരു നിശ്ചിതമായ അളവിലും ക്രമത്തിലുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ സൂര്യൻ നമുക്ക് ഭൂമിയിലേക്ക് അടിക്കുന്ന ഈ ചൂട് നമ്മളെ കണക്കനുസരിച്ച് 8 മിനിറ്റ് വേണം അവിടെ നിന്ന് വരാൻ. 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യൻ എന്നാണ് ആ കണക്ക്. ശാസ്ത്രം പറയുകയാണെങ്കിൽ എനിക്കതത്ര വിശ്വാസമില്ല. കാരണം ഇന്ന് ആ പഴയ കാൽക്കുലേഷനൊക്കെ മാറിയിരിക്കുന്നതാണ്. അപ്പോൾ സൂര്യൻ കുറച്ചുകൂടി കൂടെ അടുത്ത് വന്നാൽ ഇവിടെ കരിഞ്ഞു പോകുന്നതാണ്. സൂര്യനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഭൂമിയിലെ ഓർബിറ്റ് തെറ്റിപ്പോയാൽ സൂര്യൻ ഇങ്ങോട്ട് അടുക്കുകയോ അല്ലെങ്കിൽ ഭൂമി അങ്ങോട്ട് അടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അകന്നു പോയാൽ മഞ്ഞാവും, അടുത്തു പോയാൽ കത്തിപ്പോവും. അപ്പൊ വളരെ കൃത്യമായ ഒരു നിശ്ചിത അളവിലും ക്രമത്തിലാണ്. സൂര്യന് മാത്രമല്ല, ചന്ദ്രന് മാത്രമല്ല. വർഷം നിങ്ങളൊന്ന് നോക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്ക്, ആകാശത്തിലെ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഭൂമിയിൽ വരുന്ന വെള്ളത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നമുക്ക് തരുന്ന മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നമ്മുടെ ശരീരത്തിന്റെ പ്രപ്പോഷനെ കുറിച്ച് അല്ലാഹു തആല പറയും. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ശരീരം, അതുപോലെ തന്നെ എണ്ണ, തുണ, ആഹാരം, വസ്ത്രം, വീട്, പാർപ്പിടം, അങ്ങനെ കുറെ സംഗതികളെല്ലാം നമ്മുടെ ഇടയിൽ ഉപയോഗിക്കും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഭൂമിയിലുള്ള എല്ലാ സംഗതികളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളും ആകാശലോകത്ത് ഉപരിമണ്ഡലത്തിൽ നിന്ന് ഇറക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കുന്നില്ല. നമ്മൾ കല്ലും കെട്ടയും ഇഷ്ടിയും കമ്പിയും കൊണ്ടുണ്ടാക്കിയ വീട് അല്ലാഹു ആകാശത്തിന് ഇറക്കിയതാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാനോ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. പക്ഷെ സത്യം അതാണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രകടമായ ചില കാര്യങ്ങൾ കാണുന്നു, അതിന്റെ പിന്നിൽ വലിയ ഒരു യാഥാർത്ഥ്യം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
ഖസായിനഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഈ ഇവിടെ കാണുന്ന എല്ലാ സംഗതികളും ഒരു നിശ്ചിത അളവും ക്രമവും അനുസരിച്ച് നാം റേഡിയേറ്റ് ചെയ്താണ് ഇറക്കി തന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ഇറക്കി നാം ഉൾപ്പെടെ നമ്മുടെ ശ്വാസോച്ഛ്വാസവും അതുപോലെ തന്നെയുള്ള വിചാരങ്ങളും ചിന്തയും ഭാഷയും ഇമാജിനേഷനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തരുന്നത് കൊണ്ടാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. മോസ്റ്റ് മോഡേൺ ശാസ്ത്രത്തിന് പോലും മനസ്സിലാക്കാനാവാത്ത ഈ പ്രപഞ്ചത്തിന്റെ അണുശാസ്ത്ര പ്രകൃതിയെ സംബന്ധിച്ചൊക്കെ ഖുർആനിൽ ഒരുപാട് സംഗതികളുണ്ട്. ഇനിയും ഒരുപാട് ഗവേഷണങ്ങൾ അതിന് നടത്തേണ്ടിയിരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന്റെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രകാരനെ പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന്റെ പ്രകാശ സിദ്ധാന്തത്തിന്റെ അപൂർവമായ ഒരുപാട് സംഗതികൾ, അത് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷിക സിദ്ധാന്തവും അതുപോലെ തന്നെ കുറെ ജനറൽ തിയറിയും അതുപോലെ തന്നെ സ്പെഷ്യൽ തിയറി എന്ന് പറഞ്ഞ കുറെ തിയറികൾ, അതിനൊക്കെ അപൂർവമായി ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ പറയുന്നുണ്ട്. എല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നതെന്നുള്ളതാണ്. അത് നമ്മൾ നീ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ പ്രകീർത്തിച്ചുള്ള എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് ക്രമപ്രവർത്തിക്കുന്നു, എല്ലാം ഒരു ക്രമത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഗതികൾ കാണുന്നതിനോ അതിനൊരു ക്രമമുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ തോന്നും പോലെ അല്ല ചെയ്യുന്നത്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാം വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ എന്ന് വേറെ സ്ഥലം. അതായത് എല്ലാ സംഗതികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്. അതിന്റെ വക്കീൽ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിന്റെ കൈകാര്യകർത്താവ് ഞാനാണ് അതിന്റെ വക്കീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തം എനിക്കാണെന്നുള്ള. സാധാരണ വക്കീലന്മാരെ പണി അതാണല്ലോ. അതായത് ക്ലയന്റിന്റെ കക്ഷിയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണമെന്നാണ് വക്കീൽ എന്ന് പറയുന്നത്. വക്കീലന്മാരുടെ ഉത്തരവാദിത്തം. ഞാനാണ് വക്കീൽ എന്ന് പറഞ്ഞാൽ അയാൾ പോണ്ട എന്നോട് ഒന്നും അറിയുന്നു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളും എന്നുള്ളതാണ് വക്കീൽ എന്നുള്ള അറബി വാക്കാണ്. അപ്പൊ വക്കീൽ വഹു അലാ കുല്ലി ഷൈഇൻ എല്ലാത്തിനെയും വക്കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു. എന്നിട്ട് ഇത് നമ്മളോട് പറയാം, ഇതൊക്കെ വളരെ കൃത്യമായി ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കുക, റബ്ബായിട്ട് റബൂബിയ്യത്ത് അംഗീകരിക്കുക. അല്ല ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അള്ളാഹ് നിങ്ങളെ ഇലാഹാണ്, ഞങ്ങൾ ആരാധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പറ്റില്ല. അതായത് അള്ളാഹുവിനെ റബ്ബായിട്ടല്ലേ ഇലാഹായി അംഗീകരിക്കുമ്പോൾ റബ്ബായിട്ടല്ലേ. റബ്ബ് എന്ന് പറഞ്ഞാൽ അർബാബ് എന്നൊക്കെ പറഞ്ഞാൽ ഗൾഫിൽ പോയ ആളെത്രയും സ്പോൺസറിനെയാണ് അർബാബ് എന്ന് പറയാം. മുതലാളി എന്നാണ് അർത്ഥം. അർബാബ് അതായത് റബ്ബ അതിനാ വന്നത്. അതായത് ഒന്നിനെ ലാളിച്ച് വളർത്തി പരിരക്ഷിച്ചു വളർത്തി കൊണ്ടുവരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീൻ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ആവശ്യമായുള്ളതെല്ലാം കൊടുത്ത് പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ റബ്ബ്. അപ്പൊ ആ റബ്ബായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കണം. നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് പറയും. വറബ്ബുക യഖ്ലുഖു മാ യശാ. അവൻ റബ്ബ് നിന്റെ രക്ഷിതാവ്, അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഒരാളെ ആണായിട്ട് തിരഞ്ഞെടുത്തത് ആളെ തീരുമാനിച്ചുകൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. ഒരാളെ വളരെ ബുദ്ധിമാനായത് അയാൾ തീരുമാനിച്ചതല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ് ആരും ചെയ്യേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരാൾ ലൈഫായി പോകുന്നത് അയാൾ തീരുമാനിച്ചതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നിശ്ചയിച്ച റോൾ അതാണ്, ജീവിതത്തിന്റെ പങ്ക് അതാണ്. എല്ലാ ആളുകളെയും രാജാക്കന്മാരായി ജനിച്ചാൽ ഭരണീയരായ ആളുകളുണ്ടാവില്ല. എല്ലാത്തിനും ആണായി ജനിച്ചാൽ പെണ്ണുണ്ടാവില്ല. അപ്പൊ ആണ് വേണം, പെണ്ണ് വേണം, രാജാവ് വേണം, തോട്ടിപ്പണിക്കാരൻ വേണം, മുസ്ലിംകാരൻ വേണം, വെപ്പുകാരൻ വേണം, എഞ്ചിനീയർ വേണം, ഡോക്ടർ വേണം. അതുപോലെ എല്ലാ ജീവിതത്തിൽ നമ്മൾ ഈ കാണുന്ന വിവിധങ്ങളായ താല്പര്യങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റിയ ആളുകൾ വേണമെന്നുള്ളതാണ്. ഇവരെല്ലാവരും പരസ്പരം സഹകരിക്കണം, എങ്കിലും ജീവിതം മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരൻ വേണം, അതുപോലെ തന്നെ മതപ്രവർത്തകൻ വേണം, അതുപോലെ കച്ചവടക്കാരൻ വേണം, കൽപ്പണിക്കാരൻ വേണം. എല്ലാം ഈ സമൂഹത്തിൽ അനിവാര്യമായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. എല്ലാവരും തമ്മിൽ ഒരു കോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ശരിക്കും സഹകരണത്തിന്റെ ഇടയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവും. ആ പിശാചിന്റെ തടസ്സങ്ങളെ അതിജയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശാനുസരണം സഹകരിക്കുമ്പോഴാണ് ജീവിതം എന്നതുണ്ടാവുക എന്നുള്ളത്. അപ്പൊ ജീവിതത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖുൽ നീ പറയ പ്രവാചകരെ, ലാ അംലികു നഫ്സി നഫഅൻ വലാ ദററൻ ഇല്ലാ മാ ശാ അല്ലാഹ്. അല്ലാഹു തആല ഉദ്ദേശിച്ചല്ലാതെ സ്വന്തമായി ഒരു നന്മയോ തിന്മയോ എനിക്ക് ചെയ്യാൻ സാധ്യമാവുകയില്ല. ഇതൊരു വലിയ സംഗതിയാണ്. എന്ന് പറഞ്ഞാല് ഓണർഷിപ്പ് അല്ലാഹു തആല കൊടുക്കണമെന്നാണ്. നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ പ്രവർത്തനത്തിന്റെയും നമ്മുടെ എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കണം. അതാണ് സത്യം. ഇത് ദീനിന്റെ മാർഗത്തിൽ പ്രകൃതിയിലുള്ള സംഗതികൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ പ്രകൃതി തന്നെയാണ് ദീനിന്റെ കാര്യം പറയുന്നത്. അങ്ങനെയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ ഒരു പുണ്യം കിട്ടാൻ പള്ളി മൂലയിൽ ഇങ്ങനെ തസ്ബീഹ് അടിച്ച് കുത്തിയിരിക്കാനുള്ള ഒരു സാധനമായിട്ടല്ല പരിശുദ്ധ ഖുർആൻ ഇറക്കി വിട്ടത് എന്നുള്ളതാണ്.
അങ്ങനൊന്നും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം. ഇത് യഥാർത്ഥത്തിൽ ഈ പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു തആല നമ്മളോട് പറഞ്ഞാണ്. അത് ഓതുന്നത് പുണ്യകരമായി തീരുമാനിച്ചത് നമ്മൾ ഓതാനുള്ള താല്പര്യത്തിന് വേണ്ടിയാണ്, അത് പഠിക്കാനുള്ള താല്പര്യത്തിന് വേണ്ടി, മനസ്സിലാക്കാനുള്ള താല്പര്യത്തിന് വേണ്ടിയാണ്. ഓരോ സംഗതിയും അള്ളാഹു തആലക്ക് ഓണർഷിപ്പ് കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല. എനിക്കൊരു നന്മയോ തിന്മയോ ചെയ്യാൻ കഴിയില്ല. വലൗകും എന്ത് സംഭവിക്കുമെന്ന് നേരത്തെ എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ, അതായത് അദൃശ്യം എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ നന്മ ധാരാളമായി വാരിക്കൂട്ടുമായിരുന്നു. അതായത് ചെയ്യാൻ പോണ സംഗതി നന്മയാണോ തിന്മയാണോ എന്ന് സംഭവിക്കുക എന്ന് കൃത്യമായി എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരു തിന്മയും വല്ല അമസ്സനിയസു എന്നെ ഒരു തിന്മയും ബാധിക്കൂല, നന്മ മാത്രം ഞാൻ വാരിക്കൂട്ടുമായിരുന്നു എന്നുള്ള അവസ്ഥ. അപ്പൊ നന്മ തിന്മകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യവും അല്ലാഹു തആല വളരെ കൃത്യമായി നമ്മളെ അറിയിക്കുകയാണ്. ചില സംഗതികൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തിന്മയായി തോന്നാം, പക്ഷേ അതിൽ ഒരുപാട് നന്മ ഉണ്ടാകാം. ചിലത് പ്രത്യക്ഷത്തിലും നന്മയായി തോന്നാം, അത് പിന്നീട് തിന്മ ഉണ്ടാകാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നന്മ ഇന്നതാണ് തിന്മ ഇന്നതാണെന്ന് പറഞ്ഞത്. അവന് മാത്രമേ അധികാരമുള്ളൂ, കാരണം അവനെ അറിയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നത്. നമുക്ക് നല്ലൊരു ഒരു വീടും വെച്ച് ഭയങ്കരമായ 2 വണ്ടി വാങ്ങി ഒരു ലോണൊക്കെ വെച്ച് കുറച്ച് നല്ല അടിപൊളി ജീവിതം നയിച്ചോളാമെന്ന്, അതാണ് നന്മ എന്ന് വിചാരിച്ച അള്ളവരാണ്. നന്മയില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് നന്മയായി കാണുന്ന അതാണ്. നല്ല സുഖം, വണ്ടി നല്ല AC കാറിൽ കയറി AC വീട്ടിലേക്ക് കയറുക, പൈസ ഉള്ളവരുടെ കാര്യമാണ്, ഇല്ലാത്തവരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് നന്മ എന്ന് അവനോട് തോന്നി അള്ളവരാണ്. അതിന് നന്മ ഒന്നുമില്ല. കാരണം ഈ വിഭവങ്ങളൊക്കെ നിന്റെ ഇല്ലാത്ത ഒരുപാട് സഹോദരങ്ങളുമായി പങ്കുവെക്കാൻ നിനക്കൊരു പരീക്ഷണാർത്ഥം ഞാൻ തന്നതാണ്. അത് നീ മാത്രം ഒറ്റയടിക്ക് അടിച്ചു സൂചിച്ചാലല്ലേ, അങ്ങനെ പോയാൽ നിന്റെ കാര്യം പോക്കാണ്. നീ ഇല്ലാത്തവരോട് ഇല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആക്രമിക്കാനും കുഴപ്പമുണ്ടാക്കാനൊക്കെ ചാടിക്കളഞ്ഞത് അതിനാണ് നന്മ എന്ന് വിചാരിക്കേണ്ട. നീ കുറെ ക്ഷമിക്കുകയും നിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമസാധുവായ മാർഗങ്ങളിലൂടെ നീ നിങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ളത്. ചില സംഗതികളൊക്കെ ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ നന്മയുടെ ആൾക്കാരെ സഹായിക്കും, രക്ഷിക്കും എന്നുള്ളത് ആളുകൾക്ക് എപ്പോഴും വലിയ സംശയമാണ്. കാരണം ഈ ധർമ്മം, നീതി, ന്യായം, ദീന്, ഇസ്ലാം, തഖ്വ, പരലോകം, സ്വർഗം, നരകം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്ക് അതിന് വില കൽപ്പിച്ചുകൊണ്ട് വളരെ ഒതുങ്ങിയൊക്കെ ജീവിക്കണമെന്ന് ദാരിദ്ര്യവും ലോകവും കഷ്ടപ്പാടും, മക്കളെ കല്യാണം കഴിച്ച് നഗരത്തിൽ പോകാൻ, കച്ചവടം ചെയ്താൽ പൊളിഞ്ഞു പോവുക, റോഡിലിറങ്ങി ആക്സിഡന്റ് ആവുക, ഇങ്ങനെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് നോക്കിയാൽ നല്ല മനുഷ്യനായിരിക്കും. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം നല്ല നിസ്കാരധർമ്മം, നല്ല നിസ്കാരധർമ്മം എന്ന് പറഞ്ഞാൽ മോശമല്ല, നല്ല നിലയ്ക്ക് നിസ്കരിക്കുകയും നോമ്പുടിക്കുകയും അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒതുങ്ങിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ധർമ്മത്തിന്റെ നീതിയുടെ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ, ഈ 2 നേരം ആഹാരം കഴിക്കാൻ കഴിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. അതേസമയം അള്ളയില്ല വില്ലയില്ല എന്തു തോന്നിയാസം കാണിച്ച് അനാവശ്യം കാണിച്ച് ഇതൊക്കെ എന്റേതാണ് എന്ന് പറഞ്ഞ് ഭൂമിയിലൂടെ മതിച്ച് നടക്കുന്നവന് ഭയങ്കരമായ വിമാനം ഉൾപ്പെടെയുള്ള സംഗതികൾ, കൊട്ടാരങ്ങൾ, അതുപോലുള്ള ഏർപ്പാടുകൾ, കാര്യങ്ങൾ അടിച്ച് പൊള്ളി ജീവിതം. അവൻ വന്നാൽ ഒരുപാട് ആളുകൾ സന്താപ വിളിക്കും, വന്നാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ പച്ച പരവതാനിയോ ചുവന്ന പരവതാനിയോ കുഴിച്ചു കൊടുക്കും. ഏതെങ്കിലും ഒരു കമ്മിറ്റി വന്നാൽ, അതായത് രാഷ്ട്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ പഞ്ചായത്തിന്റെയോ കമ്മിറ്റി വന്നാൽ അവിടുത്തെ ഏറ്റവും വലിയ അങ്ങനത്തെ ഉള്ള ആളുടെ പേരായിരിക്കും ആദ്യം. സത്യവിശ്വാസിയായ മനുഷ്യനുമാകെ ബേജാറാണ്. പക്ഷേ ഞാനിങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ നടത്തി അള്ളാഹു എന്ന് പറഞ്ഞ് നടക്കുന്നു. 5 നേരം നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, ദിക്റില്ലെന്ന് നിസ്കരില്ലെന്ന് എനിക്ക് കിട്ടുന്നൊക്കെ കൊടുക്കുന്നു. പക്ഷെ എനിക്കിങ്ങനെ ദാരിദ്ര്യം തീർന്ന് ചോദിച്ച് സമയമില്ലല്ലോ റബ്ബേ. മനുഷ്യനോ അവൻ അള്ളയില്ല വില്ലയില്ല, പലിശയും വാങ്ങി കള്ളക്കച്ചവടം നടത്തി, വെട്ടിപ്പും നടത്തി, കൈക്കൂലി കൊടുത്തും ആളുകളെ ഭരണകൂടത്തെയും കോടതിയും ഒക്കെ വിലക്ക് വാങ്ങിക്കൊണ്ട് ജീവിക്കണം. ഇവിടെ ഭയങ്കര രാജാവായി ജീവിക്കുന്നു. എന്താണ് ഇതൊക്കെ? അതുങ്ങൾ പലപ്പോഴും ചോദിച്ചു. ഇന്ന് മാത്രമല്ല, എന്നും എല്ലാ കാലത്തും പ്രവാചകന്മാരോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുണ്ട്, വലാ യഗ്റന്നക തഖല്ലുബുൽ ലദീന കഫറൂ ബിൽ ബിലാദ്, നിഷേധികളുടെ അടിച്ചുപൊളി ജീവിതം കണ്ട് നീ വഞ്ചിതനായി പോകേണ്ട പ്രവാചകരെയാണ് അങ്ങോട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. മതഅൻ ഖലീൽ, ഒരു താൽക്കാലികമായ ഒരു ആഹ്ലാദമാണ്. സുമ്മ മഅ്വാഹും ജഹന്നം, പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തീരാത്ത അഗ്നിയാണ്, അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോകുന്നതാണ്. ഇത് ഇന്നും തന്നെയല്ല, ഒരുപാട് കാലം മുമ്പ് ആളുകൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ സംബന്ധിച്ചുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ അനുയായികൾക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടായപ്പോൾ പടച്ചതമ്പുരാൻ
ഒരു ചെറിയ ഒരു ഏർപ്പാട്. മൂസാ നബി അലൈഹി സ്വലാം ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകനായിരുന്നു. അദ്ദേഹം പലസ്തീനിലേക്ക് പോകുന്ന വഴി സിനായ് മരുഭൂമിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അനുയായികൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വളരെ ഹൃദയസ്പർക്കായ സമയം. മൂസാ നബിക്ക് കൊഞ്ഞുണ്ടെങ്കിലും പ്രസംഗം കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആഴത്തിലുള്ള സംസാരമായിരിക്കും ഉണ്ടാവുക. ആളുകളുടെ ഹൃദയം കിട്ടിക്കളയുന്ന തരത്തിലുള്ള ആ പ്രസംഗത്തിൽ പറയുന്ന കുറേ സംഗതികളുണ്ട്. ആളുകൾ കണ്ണീരൊഴിക്കുകയും ഹൃദയത്തിന് അലിവുണ്ടാവുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും സന്തോഷമായി. അപ്പൊ മൂസാ നബി പ്രസംഗം കഴിഞ്ഞ് നടന്ന് തിരികെ പോകുമ്പോൾ ഒരാൾ ചോദിച്ച്, അല്ല മൂസ, അല്ലാഹുവിന്റെ റസൂലേ എന്നത് നിങ്ങളെക്കാൾ വിവരമുള്ള ആരെങ്കിലും ഈ ഭൂമിയിലുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ മൂസാ നബി പറഞ്ഞില്ല, വേറെ അറിയില്ല, എനിക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ദേഷ്യം വിളിച്ചെന്നാണ് ഹദീസിൽ പറയുന്നത്. പടച്ചോൻ പറഞ്ഞു, നിന്നേക്കാൾ വിവരമുള്ള ഒരു ഭൂമിയിൽ വേറെ ഉണ്ട് മൂസ. നീ പറയേണ്ടിയിരുന്നത് അള്ളാഹു അയലെന്നാണ്, അള്ളാഹ്ക്കാണ് അത് അറിയില്ല. പക്ഷെ നീ ഉറപ്പിച്ചാണ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്നെക്കാൾ വിവരമുള്ള ഒരു ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്താ റബ്ബേ എവിടെയാണുള്ളത്? എന്നാൽ രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥാനമുണ്ട്, അവിടെ പോയാൽ കാണാം. അവിടെ പോയി ആ സ്ഥലം കണ്ടുപിടിക്കാൻ ഒരു അടയാളം പറഞ്ഞു. നീ ഒരാളെ കൂട്ടി ഒരു ചത്ത മത്സ്യത്തിന് കൂടെ ഇട്ട് കൊണ്ടുപോക്കോന്ന് പറഞ്ഞു. അങ്ങനെ മൂസയും മൂസ നബിയും യൂഷ ബിൻ നൂൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹകാരിയുടെ ഒരു മത്സ്യത്തെ കൂടെയിട്ട് അങ്ങനെ നടന്നു. അങ്ങനെ ഒരു പാറയുടെ മുകളിൽ വിശ്രമിച്ചപ്പോ അപ്പൊ പോകുന്ന നേരത്ത് മൂസാ നബി പറഞ്ഞു, ഈ മത്സ്യത്തിന് എവിടെ വെച്ചാണ് ജീവൻ ഉണ്ടാകുന്നത് അന്നേരം നീ എന്നെ അറിയിക്കണം. അവരൊരു പാറയുടെ മുകളിൽ മത്സ്യത്തെ വെച്ചു. മൂസാ നബി അവിടെ ഇരുന്നു, ഉറങ്ങിപ്പോയി. ഇയാൾ ഉറങ്ങി, രാത്രിയായിരുന്നു. മത്സ്യം ഒരൊറ്റ ചാട്ടാൻ ചാടിയിട്ട് അത് സമുദ്രത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കി അങ്ങോട്ട് പോയി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ ഇയാള് നോക്കുമ്പോ മൂസാ നബി ഉറങ്ങാണ്. അത് ഉണർന്നു കഴിഞ്ഞ ശേഷം പറയാം എന്ന് വിചാരിച്ച് അദ്ദേഹം ഉറക്കില്ല. മൂസാ നബി ഉണർന്നപ്പോ മുതൽ പറഞ്ഞു. രണ്ടുപേരും നടന്നു. ആ രാത്രിയിലെ ബാക്കിയും പിറ്റേന്ന് പകൽ മുഴുവൻ നടന്ന് ഏതാണ്ട് മഗ്‌രിബായപ്പോ മൂസാ നബി പറഞ്ഞു, വിശക്കണ് ഭക്ഷണം ഉണ്ടാകുന്നു പറഞ്ഞു. വിശക്കണ് ഭക്ഷണം ഉണ്ടാകുന്നു പറഞ്ഞപ്പോ ഞാൻ ആ മത്സ്യത്തിന്റെ കാര്യം പറയാൻ പറഞ്ഞ ഇബ്ലീസാണ്, പിശാചാണ് എന്നെ മറപ്പിച്ചത്. അതിങ്ങനെ വന്മായിട്ട് അത്ഭുതകരമായിട്ട് കൂടെ ചാടിയിട്ടാണ് പോയിരുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി പറഞ്ഞു, അതാണ് നമ്മൾ നോക്കിയ സ്ഥലം. തിരിച്ചു നടന്നു. അവിടെ വന്നു ഒരാളെ കാണുന്നുണ്ട്. ആ ആള് ഖിദർ എന്നാണ്. അദ്ദേഹം നബിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സൃഷ്ടിയായ മലക്ക് വന്നതാണ്, അലോലി വന്നതാണ്. നമുക്ക് വിഷയം അതല്ല. അദ്ദേഹം വന്നപ്പോ മൂസാ നബി പറഞ്ഞു, ഞങ്ങളെ കാണാൻ വന്നതാണ്. നീ ആരാന്ന് ചോദിച്ചു. അപ്പൊ മൂസ, ഇസ്രായേൽക്കാരന്റെ മൂസയാണല്ലേ, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോ താങ്കൾക്കുള്ള വിവരത്തിൽ നിന്ന് കുറച്ച് എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളെ കൂടെ നടക്കട്ടെ എന്ന് ചോദിച്ചു. എന്റെ കൂടെ നിന്റെ തൗറാത്തുണ്ട്, നിനക്ക് വഴി കിട്ടുന്നുണ്ട്, അത് തന്നെ പോലെ ചോദിച്ചു. അല്ല, എനിക്ക് കുറച്ച് ജ്ഞാനം കൂടുതൽ വേണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ അള്ളാഹു തആല നൽകിയ ജ്ഞാനത്തിൽ നിന്ന് ഞാൻ കുറച്ച് ജ്ഞാനം എനിക്ക് വേണം. അതുകൊണ്ട് പക്ഷേ ഞാൻ ചെയ്യണ പണിയൊന്നും നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് കുറെ വിവരം തന്നിട്ടുണ്ടാകുന്ന എനിക്കില്ല, എനിക്ക് കുറെ വിവരം തന്നിട്ടുണ്ടാകുന്ന നിനക്കില്ല. ഞാൻ ചെയ്യണ പല പണിയും നിനക്ക് സഹിച്ച് എന്റെ കൂടെ നടക്കാൻ പറ്റില്ല. അങ്ങനെ നടക്കാൻ പറ്റുമെങ്കിൽ ഇടയ്ക്ക് കയറി ചോദിക്കാതെ എന്റെ കൂടെ വരുമെങ്കിൽ നീ വന്നോ എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹം പറഞ്ഞ് സമ്മതിച്ച് രണ്ടുപേരും കൂടെ പോയി. വളരെ ഹ്രസ്വമായി പറഞ്ഞാൽ ആദ്യം ഒരു കപ്പലിൽ കയറി കുറെ ആളുകൾ പോണ കപ്പൽ മുമ്പൊരു കപ്പലിൽ തൊള്ളുണ്ടാക്കി. അപ്പൊ മൂസാ നബി സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യന്മാരെയൊക്കെ മുക്കിക്കൊല്ലാൻ വേണ്ടിയാണോ ഈ കപ്പലിൽ ഓട്ടട്ടെന്ന് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടരുത്. തെറ്റിപ്പോയി, മറന്നതാണ്. അങ്ങോട്ട് അത് കഴിഞ്ഞ് ഇറങ്ങി നടന്നു. ഒരു നാട്ടിലെത്തിയ ഒരു ബാലനെ കണ്ട് മുമ്പ് കയറ്റി കുടിച്ച് ജയിച്ചാണ് കൊന്നത്. ചെറിയ ബാലൻ, നിർദോഷിയായ ഒരു ബാലനെ കൊന്നത് എന്ത് അക്രമ താങ്കൾ ചെയ്തതെന്ന് പറഞ്ഞ് മൂസാ നബി ചൂടായി. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ചോദിക്കരുത്. ഇനി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യായമായി എന്നെ പിരിച്ചുവിടാം. അങ്ങനെ അവരുടെ നാട്ടിലെത്തി. ആ നാട്ടിൽ ഒരു മറിഞ്ഞു വീഴാൻ പോണ ഒരു മതിൽ കണ്ട് ആ മതിൽ മൂസാ നബി ആ നാട്ടിലെത്തിയിട്ട് ഭയങ്കര വിശപ്പ്. നാട്ടുകാരോട് ആഹാരം ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞങ്ങൾ ഈ വരക്കന്മാർക്കൊന്നും ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഒറ്റത്തിന് വെള്ളം, രണ്ടാമത്തിനും വെള്ളം കൊടുത്തില്ല. അങ്ങനെ മുമ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മതിലിങ്ങനെ മറിഞ്ഞു വീഴാൻ പോകുന്നു. ഓടി ചെന്ന് അതിനെ പിടിച്ചു വെച്ച് കുറച്ച് എന്താ പെട്ട് അത് കെട്ടി റെഡിയാക്കിയപ്പോൾ മൂസാ നബി പറഞ്ഞു, നമ്മളെ ഇവിടെ വന്നപ്പോൾ സൽക്കരിക്കാത്ത നാട്ടുകാരാണ്, അവർക്കൊരു ഉപകാരം ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കതിന് പ്രതിഫലം വാങ്ങാം. അപ്പൊ പറഞ്ഞു, അതാ ഞാൻ പറയുന്നത് ചോദിച്ചില്ലേ. അതുകൊണ്ട് ഇത് നമ്മൾ തമ്മിലുള്ള വേർപാടിന്റെ അവസ്ഥയാണ്, വേർപാടിന്റെ രീതിയാണ്. കാര്യങ്ങൾ വിശദീകരിച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ആ കാര്യങ്ങളിൽ നമുക്ക് കേൾക്കാം. ആ കാര്യങ്ങളിൽ വിശദീകരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൽബന്ധമുണ്ട്. അപ്പൊ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത്. ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്കുമാറാം. الحمد لله حمدا كثيرا طيبا مباركا من غير جلال وجهه وعظيم سلطانه. سبحانك لا نحصي لنا كما اثنيت نفسه لك الحمد حق الله. اللهم صل على محمد وعلى كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، اوصيكم واياي ثانيا بتقوى الله.
ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നോട് പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എന്നിട്ട് മൂസാ നബി യാത്രയിലേക്ക് തന്നെ നടക്കും. അടുത്ത ദിവസത്തെ രണ്ടാമത്തെ ഉദ്ദേശിച്ചത് മൂസാ നബി പിരിഞ്ഞു പോകാൻ നേരത്ത് പറയണത് ആ കപ്പല് സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന കുറച്ച് പാവപ്പെട്ട മനുഷ്യരായിരുന്നു. ഒരു നല്ല കപ്പലാണ്. അവർ പോകുന്ന വഴിയിൽ ഒരു അതിക്രമകാരിയായ രാജാവുണ്ട്. നല്ല കപ്പലെല്ലാം പിടിച്ചെടുക്കും. ഒരു ഓട്ടം ഇട്ട് കഴിഞ്ഞാൽ ആ കപ്പലിൽ മോശമാണെന്ന് പറഞ്ഞാൽ അത് വിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് കുറേറ്റത്. അവിടെ ഒരു വലിയ സംഗതിയുണ്ട്. ഓട്ടമുള്ള കപ്പൽ എങ്ങനെ പോയി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഓട്ട വീണാലും കപ്പലിനെ ഓട്ടിക്കാൻ നമുക്കാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനിടയിലൂടെ നമ്മളോട് മറുപടി പറയുന്നുണ്ട്. പിന്നെ ആ ബാലന്റെ കാര്യം അവന്റെ മാതാപിതാക്കൾ നല്ല മനുഷ്യന്മാരാണ്. ഇവൻ ഇങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ അവരെ കുഫറിലേക്കും അക്രമത്തിലേക്കും നയിക്കുമെന്ന് നാം ഭയപ്പെട്ടതുകൊണ്ട് അവനെ നാം തട്ടിക്കളഞ്ഞതാണ്. അവന് പകരം ഒരു സംസ്കൃതനായ ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തത് ഒരു മതില് പൊളിഞ്ഞു വീണപ്പോൾ വെച്ച് കെട്ടിയതാണ്. അവിടെ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു പട്ടണത്തിൽ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അനാഥരായ 2 കുട്ടികൾ ആ നാട്ടിലുണ്ടായിരുന്നു. അവർ വളർന്നു വരുമ്പോൾ അതിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം എന്നുള്ള നിലയിൽ അത് അവർക്ക് കിട്ടണമെന്നതാണ്. പക്ഷെ ഇപ്പോഴേ മതിൽ വീണുപോയാൽ അത് നിധി പുറത്തു വരും, ആളുകൾ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് അവരെ പ്രായപൂർത്തിയാവുന്നവർ അവിടെ മതിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്ത്, അവിടെയാണ് പ്രശ്നം. ഇതൊന്നും മൂസ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ്. ഈ കഥയിൽ വലിയ അർത്ഥതലങ്ങളുണ്ട്, ആഴങ്ങളുണ്ട്. ഈ ഹിദർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിദർ നബി എന്നോ എനിക്കത് തർക്കിക്കണോട് താല്പര്യമില്ല. കാരണം ഹിദർ നബി ആവാം, അതല്ലെങ്കിൽ വേറെ അള്ളാഹു തആല അയച്ച പ്രത്യേകം ആരായാലും ഹിദർ നബി എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ഹിദർ നബിയാണോ ഹിദർ എന്നുള്ളത്? ഹിദർ എന്ന് പറഞ്ഞാൽ വെജിറ്റേഷൻ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് പച്ചപ്പ് എന്നുള്ളതാണ് ജീവിതത്തിന്റെ അതാണ് അതിന്റെ ഒരു സിംബോളിക് ആണെന്നാണ് മറ്റു പലരും പറയുന്നത്. വെജിറ്റബിൾസ് എന്നാണ്. അപ്പൊ ഇവിടെ ജീവിതത്തിന്റെ ആ പച്ചപ്പാണ്. ഇവിടെ എന്താണ് അല്ലാഹു തആല ചെയ്യുന്നത്? പാവപ്പെട്ട സമുദ്ര ജീവനക്കാരനായ ആളുകളെ ഒരു പ്രത്യേകമായ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുന്നു. നമ്മൾ ഈ ഹിദർ നബിയായിട്ട് മാറ്റിയിട്ട് ഒരു കല്ല് സങ്കല്പിക്കുക. ഒരു വലിയ കല്ല്, ഒരു കപ്പൽ ഇങ്ങനെ പോകുന്നു, ഒരു കല്ലിൽ കയറിയിരിക്കുന്നു, ഒരു തോള വീഴും. സ്വാഭാവികമായിട്ട് സംഭവിക്കാന്നാണല്ലോ. അള്ളാഹുവിനെ ഹിദറിനെ കൊണ്ട് ചെയ്യിക്കാൻ കല്ലിനെ കൊണ്ട് ചെയ്യും, ആരെ കൊണ്ട് ചെയ്യും? നമ്മളിവിടെ ഹിദർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ഇറക്കിയിട്ട് മൂസാ നബി അപ്പുറത്ത് നിർത്തിയിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞ് കാണിച്ചു തരാം. ഒരു കല്ലിലേക്ക് ചെന്നിടിക്കുന്നു ഒരു കപ്പല്, അതിലൊരു ഓട്ടം വീഴുന്നു. ആ കപ്പല് ഓട്ടം വീണ കപ്പല് വിട്ടളാന്ന് പറഞ്ഞ് രാജാവ് അങ്ങോട്ട്. പിന്നെ ഒരു കുട്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു കല്ലൊന്ന് വീണുകൊണ്ട് കരയിൽ വീണ് മരിച്ചു പോകുന്നു. എത്രയോ കുട്ടികൾ കല്ല് വീണ് മരിച്ചു പോകുന്നു. ഒരു കല്ലുകൊണ്ട് വെച്ച് പിന്നെ മതിലിങ്ങനെ വീഴാനും കൊണ്ട് പോകുമ്പോൾ ഒരു പാറക്കല്ല് ഉരുണ്ട് വീണിട്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ അവിടെ കല്ലായാലും ഹിദറായാലും അല്ലാഹുവിന്റെ കരങ്ങളുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അവിടെ കാണുന്നത്. ഇവിടെ ആരെയാണ് ലക്ഷ്യങ്ങളാണ്? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് മറ്റ് അഭയമില്ലാതെ വന്നപ്പോ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച രീതി പ്രകടമായി. ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ലേശം കർട്ടനങ്ങ് മാറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ പറഞ്ഞിട്ട് മൂസാ നബി കുറെ നേരം കൊണ്ട് ക്ഷമിച്ചെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള കുറെ കഥ കേൾക്കാമായിരുന്നു. കുറച്ചും മിണ്ടാതിരുന്നു, 3-4 കേസ് മിണ്ടാതിരുന്നെങ്കിൽ അതൊക്കെ പിന്നീട് പറഞ്ഞു തരുമായിരുന്നു. ഇത് ആദ്യം ഉടക്കി, രണ്ടാമത് ചോദിച്ചു, മൂന്നാമത് പെട്ടെന്ന് തന്നെ നമുക്കൊരു വേർപാടായി പോയി. മൂസാ നബി ക്ഷമിച്ചിരുന്നെങ്കിൽ നമുക്കൊരുപാട് കഥകൾ പഠിക്കാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായ പല സംഭവങ്ങളുണ്ടാകും. പെട്ടെന്ന് നമുക്ക് രോഗം പഠിക്കും, പെട്ടെന്ന് നമ്മൾ വീണും, പെട്ടെന്ന് നമുക്ക് മറ്റു സ്ഥലങ്ങളുണ്ട്, ചിലപ്പോൾ പൈസ എത്തും, ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും, പല സംഗതികളുണ്ടാവും. ഇവിടെയൊന്നും പേടിച്ചു പോകേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല. ധൈര്യപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിൽക്കുക എന്ന ഒരു സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഥയിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ അടിയാറുകൾ സാലിഹ്യങ്ങളായതുകൊണ്ട് ആ കപ്പൽക്കാരെ രക്ഷിക്കാൻ അല്ലാഹു തആല ഹിദർ നബി വിട്ടു. അവിടെ ഒരു മലക്കനോട്ടം പോലെ തന്നെ അതുപോലെ ഒരു ബാലനോ, ആ ബാലൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതുകൊണ്ട് അവനെ പിടിച്ച് ശിക്ഷിച്ച് നരകത്തിൽ ഇടേണ്ട പ്രശ്നമില്ല. ഉമ്മയും വാപ്പയും രക്ഷപ്പെട്ടു, അവരും രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില ആളുകളുടെ മരണം ഭയങ്കരമായ വലിയ പ്രശ്നമായിട്ട് പറയും. അകാലത്തിൽ മരണം എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു കാലമൊന്നുമില്ല. അകാലം എന്ന് പറഞ്ഞൊരു കാലമല്ല, എല്ലാം കാലം തന്നെയാണ്. അകാലത്തിൽ മരണം, അകാലത്തിൽ ചെറുപ്പം. നമ്മളൊക്കെ ആരാണ് കാലം നിശ്ചയിക്കുന്നത്? നമ്മളാ. ഒരാളെ എപ്പോൾ ജനിക്കണം എപ്പോൾ മരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ അടിയാന്മാരാ. അതുകൊണ്ട് എഴുതി വലിയ വലിയ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ ഒരാള് നമുക്ക് വേണ്ടപ്പെട്ടതാണെങ്കിൽ ഭയങ്കര വാചകം കീറുവാണ്. അദ്ദേഹത്തിന്റെ അകാല നിര്യാണത്തിൽ അഗാധമായ വെറുതെ തരം പൊട്ടീസാക്കണം, വളർത്താനെ നിഷേധിക്കണം. അകാലത്തിൽ നിന്നൊരു കാലമൊന്നുമില്ല. കാലത്തിൽ തന്നെ അജലെത്തിയ ഒരു ആത്മാവിനെയും അല്ലാഹു തആല ബന്ധിക്കില്ല. ആരെവിടെ ജനിപ്പിക്കണമെന്ന് ഒരു കാലം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത്രയും കാലമേ ഉള്ളൂ. ആരാണ് പറഞ്ഞത് 75 വയസ്സ് ജീവിച്ചിരിക്കുന്നു ഈ ഗ്യാരണ്ടി എടുത്തത്? അപ്പൊ അകാല മരണം എന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറയുന്നത് ദൈവ നിഷേധമാണ്. അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല നിഷേധിച്ചുകൊണ്ടാണ്. കൃത്യമായ കാലം അള്ളാഹു അറിയും. അവന് മാത്രമേ അറിയുള്ളൂ എന്നുള്ള, വേറെ ആർക്കും അറിയില്ല. ഒരാളൊക്കെ മരിക്കുന്ന അയാളോട് പറഞ്ഞ് പിന്നെ അയാൾ എഴുന്നേറ്റടക്കും. ഇപ്പം എന്നാലോചിച്ചല്ലേ, നാളെ മരിക്കുമെന്ന് അങ്ങനെ പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണം, എഴുന്നേറ്റണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണ്ട 10 കൊല്ലം കഴിഞ്ഞ് മരിക്കുന്ന പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ MBBS പറഞ്ഞത് 10 കൊല്ലം കഴിഞ്ഞ് മരിക്കണം, ഞാൻ MBBS കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ 5 കൊല്ലം ഉണ്ട് എന്താക്കാനാ? അപ്പോൾ അവന് വേണ്ട, അവിടെ ജീവിക്കും. അപ്പൊ മരണം എന്നത് ഖിയാമ എന്നതൊക്കെ അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്നത് അനുഗ്രഹപൂർണ്ണമായിട്ടാണ് എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കയറി തലയിട്ട് കുടുംബാലുണ്ടാക്കണ്ട. ജീവിക്കാനാണ് പറഞ്ഞത്, ജീവിച്ചുകൊണ്ടേ പോവുക. ജീവിതം അള്ളാഹുമായിട്ട് ബന്ധിപ്പിച്ചെന്നാൽ ഇതുപോലെ തന്നെ ഹൃദയ വിട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഹൃദയങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബസ്സിൽ പോയപ്പോ, വണ്ടിയിൽ പോയപ്പോ, വാഹനത്തിൽ പോയപ്പോ, ബുദ്ധിമുട്ട് വന്നപ്പോ, കഷ്ടപ്പാട് വന്നപ്പോ, മകളുടെ കല്യാണത്തിന്റെ സമയം വന്നപ്പോ, വീട് വെക്കാനുള്ള സമയം വന്നപ്പോ നമ്മൾ ഒരുപാട് ഹൃദയന്മാരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ജീവിതത്തെ ഇങ്ങനെ സംവിധാനിച്ചുകൊണ്ടുള്ള മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വളരെ കൃത്യമായിട്ടാണ് തീരുമാനിക്കുന്നത്. ഇത്ര വളരെ മെലോഡിയസ് ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓണർഷിപ്പ് അംഗീകരിച്ച് പഠിപ്പിക്കാറ്. ഇപ്പൊ നമ്മൾ എന്താ എഴുന്നേൽക്കുമ്പോ രാവിലെ രാത്രി ഉറങ്ങുമ്പോ ബോധമില്ല, ബോധം അല്ലാണ്ട് അതായത് ഉറങ്ങുമ്പോ ബോധം അല്ല എടുക്കളെ, ഉണരുമ്പോഴാണ് ബോധം ഉണ്ടാകുന്നത്. ബോധം ഉണ്ടെങ്കിലേ ഇൻഡിവിജ്വാലിറ്റി ഉള്ളൂ. ബോധം ഇല്ലാതെ ഞാൻ നടന്ന ഇവിടെ ബോധം ഇല്ലാതെ MS പള്ളിയിൽ ആരെങ്കിലും കേട്ടു പറയും ഈ ബോധം ഇല്ലാതെ എന്ന് കഴിഞ്ഞാൽ. അപ്പൊ ബോധമുള്ളതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. ഇൻഡിവിജ്വാലിറ്റി, അതായത് വ്യക്തിത്വം, പേഴ്സണാലിറ്റി അവിടെ നിലനിൽക്കുന്നത്. ഇത് അല്ല നിലനിർത്തി തന്നതുകൊണ്ടാണ് നിൽക്കുന്നത്. കാര്യം ബോധം മരിക്ക് ഉറക്കുമ്പോൾ അല്ല എടുക്കളയാം, വഴി എടുക്കളയാം. പിന്നെ അത് കഴിഞ്ഞ ശേഷം ബോധം എടുപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ തുടങ്ങുകയാണ് ഓണർഷിപ്പ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞ പോലെ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ എന്റെ മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച, ഞാൻ ജീവിച്ചത് കൊണ്ട് നിനക്ക് നന്ദി എന്നല്ല, എന്നെ ജീവിപ്പിച്ച നിനക്ക് നന്ദി എന്നാണ് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാനാണ് പഠിപ്പിച്ചത്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ അല്ലെങ്കിൽ അഹ്യാനി ബഅദ മാ അമാതനി വ ഇലൈഹി നുശൂർ. സിംഗിളായി പറയുമ്പോൾ എന്നെ എന്ന് പറയും, മറ്റേ ഞങ്ങളെ. അത് തന്നെ പഠിച്ചു. എഴുന്നേൽക്കുമ്പോൾ പറയേണ്ടത് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹി നുശൂർ. എന്നിട്ട് ആദ്യം ചെയ്യുന്ന സ്വാഭാവിക ബാത്റൂമിൽ പോകാൻ അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അവിടെ അള്ളാഹ് ഓണർഷിപ്പ് ഖുബുസും ഖബായിസും എന്ന് പറഞ്ഞാൽ എല്ലാ ചീത്ത, ഹബീസും എല്ലാം മോശമായ അൺഷെയ്ക്കാൻ പെൺഷെയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അതായത് മോശമായ എല്ലാ സംഗതികളിൽ നിന്നും ഖുബുസി വൽ ഖബായിസ്. ഗഫറാനക അൽഹംദുലില്ലാഹി അദ്ഹബ അന്നി അല്ലദാ വാഫൻ. പുറത്തു വന്നാൽ പറയാൻ നമ്മളാണല്ലോ മൂത്രമൊഴിച്ചത്, ആഷ്ടമുഖം നമ്മളാണല്ലോ പോക്കിയത്. പക്ഷെ നമ്മൾ പറയണതാ അദ്ഹബ അന്നി അല്ലദാ, എന്നിൽ നിന്ന് അതാ പോക്കിത്തന്ന വളച്ചനെ. അപ്പൊ അവിടെ സത്യച്ച അല്ലാഹു തആല, ഫാഇൽ അല്ലാഹു ആണെന്നുള്ളതാണ്. ഓരോ സംഗതിയും ഭക്ഷണം കാണുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു തുടങ്ങും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ സഖാന വഅതഅമന വസഖാന വജഅലനാ മിനൽ മുസ്ലിമീൻ വജഅലനാ മിനൽ മുസ്ലിമീൻ. അത്അമന സഖാന, ഞങ്ങൾ ഭക്ഷിച്ചു തരാൻ നമ്മളാ, പക്ഷെ ഞങ്ങളെ ഭക്ഷിപ്പിച്ചാന്നുള്ള സബ്ജക്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ അടിസ്ഥാനപരമായി ദീനിന്റെ ഓരോ ചലനവും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ബാത്റൂമിൽ പോകുമ്പോൾ, ബാത്റൂമിൽ പുറത്തു വരുമ്പോൾ, ഭക്ഷണം കഴിയുമ്പോൾ, വസ്ത്രം കഴിക്കുമ്പോൾ എന്നെ ഇത് ഉടുപ്പിച്ച തമ്പുരാനെ, എന്റെ ശക്തിയോ കഴിവോ ഇല്ലാതെ എന്നെ ധരിപ്പിച്ച നാഥ നിനക്ക് എന്നുള്ളതാണ്. വാഹനത്തിൽ കയറുമ്പോൾ, പള്ളിയിലേക്ക് കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇങ്ങനെ ഏതൊരു ദുആ എടുത്ത് നോക്കിയാലും എല്ലാം ഓണർഷിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തുകൊണ്ടാണ് സത്യവിശ്വാസം. ഇങ്ങനെ 100 പ്രാവശ്യം 1000 പ്രാവശ്യം ഡെയിലി ഓണർഷിപ്പ് അള്ളാഹുവിന് കൊടുത്തുകൊണ്ടെന്ന് പറയുകയും എന്നിട്ട് നമ്മളാണ് ഓണറെന്ന് വിചാരിച്ച് നടക്കുകയും ചെയ്യുന്നവന്റെ പേര് സത്യവിശ്വാസിയാണോ അതല്ല കപട വിശ്വാസിയാണോ എന്ന് അവരവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ നാക്കുകൊണ്ട് ഇങ്ങനെ പറയുന്നു പക്ഷവനെ എല്ലാം നിന്റാണ്, എന്റെ ജീവിതവും ഞാനപ്പോ എന്റെ ഉടുപ്പോ ഒക്കെ നിനക്കാണ് തമ്പുരാനെ ഞാൻ പറയുന്നു. പക്ഷെ ജീവിക്കുമ്പോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പറ്റില്ല, അത് വലിയ ബുദ്ധിമുട്ടായ പ്രശ്നമാകുമെന്ന് നല്ല സരസമായ ഭാഷയിലൂടെ വളരെ ഗംഭീരമായ ആഴത്തിൽ പതിക്കുന്ന ഒരുപാട് ചിത്രത്തിന്റെ ഉദാഹരണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. ആ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിനുള്ള ശക്തിക്കായി നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഹൃദയം അള്ളാഹുവിന്റെ മുന്നിലേക്ക് തുറന്നു വെക്കുക, അള്ളാഹുവിലേക്ക് നടന്നുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളയിൽ നിന്നുള്ള നാം അള്ളയിലേക്കാണ് നീ കൊണ്ടുനിന്ന ബോധത്തോടും ജീവിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന
آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل اللهم اغفرنا قدرك والعمر والإيمان وعليهم بقية أصحاب رسول الله أجمعين قالوا لمن ما كان من الله والفار والجوار والملك فلما قالوا لكم المستقيم والمستقبل وارسلنا من القرآن ورسوله آتاكم الرسل വിശ്വാസവും അല്ലാഹുവേ ഞങ്ങളുടെ കർഷകരുടെ പ്രകാശമാനമായ ജീവിതമാക്കണം അല്ലാഹുവിന്റെ നഗരങ്ങളിൽ എപ്പോഴും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും കേന്ദ്രമാക്കണം അല്ലാഹു ഞങ്ങൾക്ക് ജീവിച്ചിട്ടുണ്ടെന്നാണ് വിവാഹത്തിൽ അപ്പോഴും നഗരങ്ങളിലുള്ള ഞങ്ങളുടെ ആൾക്കാർ സ്വീകരിക്കണേ നമ്പുരാനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിക്കാനുള്ള തോന്നി നൽകണേ നമ്പുരാനെ സക്രാത്തുൽ മൗത്തിന്റെ വേദന നിങ്ങൾക്ക് ലഘൂകരിച്ച് തരണേ നമ്പുരാനെ നല്ലൊരു കബറുള്ള ജീവിതം തരണേ നമ്പുരാനെ മനുഷ്യരിൽ നിങ്ങൾ സഹായിക്കണേ നമ്പുരാനെ സ്വർഗത്തിൽ നിന്റെ വിഭാഗങ്ങളെ അനുഗ്രഹിക്കണേ നാഥ ഞങ്ങളുടെ പ്രാർത്ഥന തട്ടിക്കളയുന്ന നമ്പുരാനെ ഇത് സ്വീകരിച്ച് ഉത്തരം തരണേ നമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ നമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ നമ്പുരാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم انصر أعمال المجاهدين في كل أماكن يا أرحم الراحمين ربنا تقبل منا وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين